എന്തുകൊണ്ടാണ് നമ്മളുടെ ഫ്ലോറിങ്ങിലേക്ക് ഒരു ബ്രാൻഡഡ് ടൈല് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്? അത് ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചാണ്. അതാണല്ലോ അത് ബ്രാൻഡ് ആവുന്നത്. അപ്പോൾ ആ ക്വാളിറ്റി നോൺ ബ്രാൻഡ് ടൈലുകളേക്കാൾ കൂടുതലായിരിക്കും. അത് ലേ ചെയ്താൽ അതിൻ്റെ ഭംഗി വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ അതിന് കംപ്ലൈൻറ്റ്സ്, അതിൻ്റെ ലൈഫ് കുറെ കൂടെ കൂടുതലായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ കൂടുതൽ പണം മുടക്കി നോൺ ബ്രാൻഡിനേക്കാൾ ബ്രാൻഡ് ടൈലുകളിലേക്ക് ആളുകൾ പോകുന്നത്. അതായത് ഒരു വിശ്വാസമാണ് ബ്രാൻഡഡ് ടൈലുകൾ നല്ല ക്വാളിറ്റിയുള്ള ടൈലുകളായിരിക്കും എന്നുള്ളത്. നിസ്സംശയം പറയാം, ഒരു സംശയവും വേണ്ട, പൂർണ്ണമായും ബ്രാൻഡഡ് ടൈലുകൾ നല്ല ക്വാളിറ്റിയുള്ള ടൈലുകൾ തന്നെ ആയിരിക്കും. പ്രീമിയം ക്വാളിറ്റി ആണെങ്കിൽ മാത്രം. അതെ, ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ ഏത് ബ്രാൻഡഡ് ടൈലുകളാണെങ്കിലും, ഞാൻ ഒരു പ്രത്യേക ബ്രാൻഡിനെ പേരെടുത്ത് പറയുന്നില്ല, ഏത് ബ്രാൻഡാണെങ്കിലും ഒരു പ്രൊഡക്ഷനിൽ 5 മുതൽ 45% വരെ സെക്കൻഡ് ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് വരുന്നത്. നമ്മൾ പ്രീമിയം മാത്രം പ്രൊഡക്ഷൻ എടുക്കാൻ കഴിയില്ല. കാരണം ഇതൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന അനവധി വിഷയങ്ങൾ നമ്മുടെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഉദാഹരണത്തിന്, നമ്മുടെ ഹീറ്റ് കറക്റ്റ് ആയില്ലെങ്കിൽ, അതിൻ്റെ ഹീറ്റിംഗ് ടെൻഡൻസി പൂർണ്ണമായ തോതിലല്ലെങ്കിൽ അത് സെക്കൻഡ് ക്വാളിറ്റി ഗ്രേഡിലേക്ക് മാറ്റപ്പെടും. അല്ലെങ്കിൽ അതിൻ്റെ പ്രിന്റിംഗ് കറക്റ്റ് ആയില്ലെങ്കിൽ അത് സെക്കൻഡ് ക്വാളിറ്റി ടൈലിലേക്ക് മാറ്റപ്പെടും. അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ അത് സെക്കൻഡ് ക്വാളിറ്റി ടൈലിലേക്ക് മാറ്റപ്പെടും. അങ്ങനെ മാറ്റപ്പെടുന്ന ടൈലുകൾ ഒരു പ്രൊഡക്ഷനിൽ 5% മുതൽ 45% വരെയാണ്. അതിൽ കൂടാം. ചിലപ്പോൾ മേജർ ഇഷ്യൂസ് ഉണ്ടായാൽ അതിൽ കൂടുതൽ പെർസെൻറ്റേജിലേക്ക് അതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി ടൈലുകൾ വരാം. അപ്പോൾ തീർച്ചയായും അതൊരു ചെറിയ ക്വാണ്ടിറ്റി അല്ല. 1,00,000 സ്ക്വയർ ഫീറ്റ് പ്രൊഡക്ഷനുള്ള ഒരു ബ്രാൻഡഡ് കമ്പനിയിൽ നിന്നും ഏറ്റവും കുറവായി 5,000 സ്ക്വയർ ഫീറ്റ് മുതൽ 45,000 സ്ക്വയർ ഫീറ്റ് പ്രൊഡക്ട്സ് വരെ സെക്കൻഡ് ക്വാളിറ്റിയിലേക്ക് കാറ്റഗറൈസ് ചെയ്യപ്പെടും. അപ്പോൾ ആ പ്രൊഡക്റ്റുകൾ എവിടെ പോയി? കമ്പനികളെ സംബന്ധിച്ച് ഈ സെക്കൻഡ് ക്വാളിറ്റി ടൈലുകൾ വിൽക്കാതിരിക്കാൻ കഴിയില്ല. ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി വിൽക്കാതിരുന്നാൽ ആ കമ്പനി ഉറപ്പായും ലോസിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ 100% സംശയം വേണ്ട. പക്ഷേ ഈ ടൈലുകൾ ആര് വഴിയാണ് വിറ്റഴിക്കപ്പെടുന്നത്? പേരിന് നമുക്ക് പറയാം സെക്കൻഡ് ക്വാളിറ്റി ഞങ്ങൾ മറ്റ് സോഴ്സ് വഴിയാണ് വിൽക്കുന്നത്. മറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡീലർ ത്രൂ അല്ലാതെ മറ്റ് മാർഗങ്ങളിൽ കൂടെ വിറ്റഴിക്കുന്നു, മാർക്കറ്റിലേക്ക് ഞങ്ങൾ വിടുന്നു. ഒരു വളരെ ചെറിയ പെർസെൻറ്റേജേ അങ്ങനെ വിടാൻ കഴിയൂ. കാരണം ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി സെക്കൻഡ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ആ ബ്രാൻഡിന്റെ ട്രസ്റ്റ്, ഗുഡ് വിൽ എവിടെ പോയി നിൽക്കും? അപ്പം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കമ്പനികൾ ഈ പ്രൊഡക്റ്റുകൾ പക്ഷെ വിൽക്കാതിരിക്കാനും കഴിയില്ല, ഇത് വിറ്റഴിക്കപ്പെടുന്നുണ്ട്. അത് ആര് വഴിയാണ് എന്നുള്ളതാണ് എൻ്റെ തുടക്കം മുതലുള്ള ചോദ്യം. അതെ, തീർച്ചയായിട്ടും അതിനൊരു മറുപടി നിങ്ങളുടെ മൈൻഡിൽ തന്നെ വരുന്നുണ്ട് അല്ലേ? ആരെങ്കിലും വഴി ഇത് വിൽക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഈ കമ്പനിയുടെ നിലനിൽപ്പുള്ളൂ. അത് ആര് വഴി ആയിരിക്കാം? കമ്പനികൾ ഇക്കാര്യത്തിൽ കസ്റ്റമേഴ്സിനെ ചതിക്കുന്നുണ്ടോ? എൻ്റെ അനുഭവം പറയാം, ചതിക്കുന്നില്ല. കാരണം അവർ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ പ്രീമിയം ക്വാളിറ്റി ആണെന്നും സെക്കൻഡ് ക്വാളിറ്റി ടൈലുകൾ സ്റ്റാൻഡേർഡ് ആണെന്നും കൊമേഴ്സ്യൽ പ്രൊഡക്റ്റുകൾ കൊമേഴ്സ്യൽ ആണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഡീലേഴ്സിനോട് പറയുന്നത്, വിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ ശരിക്കും ഒരു ബ്രാൻഡഡ് ടൈല് കമ്പനി പോലും ഇതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി ആണെന്ന് അവകാശപ്പെടാറില്ല, തേർഡ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി ആണെന്ന് അവകാശപ്പെടാറില്ല. അവർ ബില്ലിങ്ങിൽ പോലും ആ സൂക്ഷ്മത പാലിക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ വാങ്ങിയാൽ എനിക്ക് ബില്ലിൽ, ഇൻവോയ്സിൽ അവർ പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞ് തന്നെയാണ് ബില്ല് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിക്കാരല്ല കുറ്റക്കാർ. ഉദാഹരണത്തിന്, ഗൾഫിലുള്ള ഒരു പ്രവാസി, എവിടെങ്കിലും ആയിക്കോട്ടെ, ഗൾഫിലോ യൂറോപ്പിലോ എവിടെങ്കിലും, അയാൾ നാട്ടിലൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആ കോൺട്രാക്റ്റ് എഴുതുന്നു, ഇന്ന ബ്രാൻഡിലുള്ള സിമെന്റ് ഉപയോഗിച്ച് വേണം എൻ്റെ വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഇന്ന കമ്പി ഉപയോഗിക്കണം, ഇന്ന ബ്രാൻഡിൻ്റെ കമ്പി ഉപയോഗിക്കണം, ഇന്ന ബ്രാൻഡിൻ്റെ ഫ്ലോറിങ് ഉപയോഗിക്കണം, ഇന്ന ബ്രാൻഡിൻ്റെ പെയിന്റ് ഉപയോഗിക്കണം. ഇതെല്ലാം കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്താറുണ്ട്. എൻ്റെ ഒരു സംശയം, പക്ഷേ ആ കോൺട്രാക്റ്റിൽ ആ ബ്രാൻഡിൻ്റെ പ്രീമിയം ക്വാളിറ്റി മാത്രമേ എടുക്കാവൂ എന്ന് നിഷ്കർഷിക്കുന്നുണ്ടോ? നിങ്ങൾ പറയാറുണ്ടോ? ഇല്ലല്ലോ. ഉദാഹരണത്തിന്, ഒരു ബ്രാൻഡിൻ്റെ ഏത് ബ്രാൻഡും ആയിക്കോട്ടെ, ഒരു ഫ്ലോർ ഇന്ന കമ്പനിയുടെ ഫ്ലോർ ചെയ്യണമെന്ന് മാത്രമാണ് അതിലുള്ളത്. അതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റിയോ തേർഡ് ക്വാളിറ്റിയോ എടുത്ത് ഒരു കോൺട്രാക്ടർ നിങ്ങളുടെ വീട്ടിലിട്ട് തന്നാൽ
നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? അതൊന്നാമത്തെ ചോദ്യം. രണ്ടാമത്, ഈ കോൺട്രാക്ടർ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട് പർച്ചേസ് ചെയ്യപ്പെട്ടാൽ എന്ത് ചെയ്യും? ഒരു ബിൽഡർക്കോ ഒരു ആർക്കിടെക്റ്റിനോ ഒരു എഞ്ചിനീയർക്കോ പ്രത്യക്ഷ നോട്ടത്തിൽ കൂടി ഒരു ബ്രാൻഡഡ് ടൈലിന്റെ പ്രീമിയം ക്വാളിറ്റി വിലയിരുത്താൻ കഴിയില്ല. അത് സെക്കൻഡ് ആണെന്ന് പറയാൻ കഴിയില്ല, തേർഡ് ക്വാളിറ്റി ആണെന്ന് പ്രത്യക്ഷ നോട്ടത്തിൽ കൂടി പൂർണ്ണമായും കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്ര ഭീമമായ തോതിൽ സെക്കൻഡ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ എല്ലാ ബ്രാൻഡുകൾക്കും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് ഏതു വഴിയാണ് വിൽക്കപ്പെടുന്നത്, ആര് വഴിയാണ് വിൽക്കപ്പെടുന്നത്, ആരാണ് ഇത് ലേ ചെയ്യപ്പെട്ടത്? അപ്പോൾ ഈ അന്വേഷണത്തിൽ നിന്നെത്തുന്നത് പലപ്പോഴും ഡീലർ ത്രൂ തന്നെയാണ് ഈ പ്രൊഡക്റ്റുകൾ വിൽക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഇത്രയധികം ഡീലർഷിപ്പുള്ള എല്ലാ ബ്രാൻഡിന്റെയും ഏതെങ്കിലും ഷോറൂമിൽ അവരുടെ സെക്കൻഡ് ക്വാളിറ്റി ആണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി വിൽക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു ബ്രാൻഡിന്റെ കാസർഗോഡുള്ള ഒരു ഷോറൂമിൽ നിന്നും, എറണാകുളത്തുള്ള ഒരു ഷോറൂമിൽ നിന്നും, തിരുവനന്തപുരത്തുള്ള ഒരു ഷോറൂമിൽ നിന്നും ബ്രാൻഡഡ് ടൈലിന്റെ പ്രീമിയം ക്വാളിറ്റി ആണെങ്കിൽ അതിന്റെ വിലയിൽ വലിയ വ്യത്യാസം ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. കാരണം കമ്പനികൾ അതിന് മിനിമം സെല്ലിംഗ് പ്രൈസ് എന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടുന്നില്ലേ? നിങ്ങളെ എല്ലാ ഡീലർമാരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാറില്ലേ? നിങ്ങൾ എടുക്കുന്ന വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഹ്യൂജ് ഡിഫറൻസ് തരാറില്ലേ? പക്ഷെ സത്യം എന്താണ്? ഇതിന്റെ സെക്കൻഡ് ക്വാളിറ്റി ടൈലുകളാണ് എന്ന് പറയാതെ പറഞ്ഞ് നിങ്ങൾക്ക് വിൽക്കുകയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇതിനെ തിരിച്ചറിയാൻ മാർഗങ്ങളുണ്ട്. തീർച്ചയായും ഈ സീരീസ് തുടർന്ന് കാണുക, നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി ഉറപ്പായും ലഭിക്കും.